ആദ്യം നമ്മളൊക്കെ കേട്ടത് വ്യാജ മീറ്ററിനെ കുറിച്ചായിരുന്നു. ആ വ്യാജ മീറ്ററിൽ തിരൂരങ്ങാടി പോലീസ് കേസെടുത്തു. എന്നാൽ ആ അന്വേഷണം എങ്ങും എത്താതെ പാതി വഴിയിൽ നിലക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പുറത്തുനിന്നും ഏതാനും ഒരു ഏജന്റിനെ മാത്രം അറസ്റ്റ് ചെയ്തുകൊണ്ട് ആ പരിപാടി അവിടെ അവസാനിച്ചു. ഒരു വ്യാജ മീറ്റർ നിർമ്മിച്ച് അതിന്റെ സർട്ടിഫിക്കറ്റ് നിർമ്മിച്ചാൽ ആ വ്യക്തി പുറത്തുനിന്ന് നിർമ്മിച്ചത് ഇവിടെ നിന്നും അപ്രൂവൽ കൊടുത്ത ആ ഉദ്യോഗസ്ഥനെ എന്തേ ഈ തിരൂരങ്ങാടി പോലീസിന് തൊടാൻ കഴിയാതിരുന്നത്? അതിനർത്ഥം തിരൂരങ്ങാടി പോലീസും ഈ പറയുന്ന RT ഓഫീസറും ഒത്തു കളിക്കുകയാണ് എന്നുള്ളതാണ് ആ വിഷയത്തിൽ സൂചിപ്പിക്കാനുള്ളത്. വ്യാജ മീറ്ററിന്റെ കാര്യം അതാണെങ്കിൽ പിന്നീട് വന്നത് വ്യാജ ഉദ്യോഗസ്ഥനാണ്. 2013 ആ വ്യാജ ഉദ്യോഗസ്ഥൻ 2013 2019 ഏകദേശം 9 വർഷത്തോളം ഒരു വ്യാജ ഉദ്യോഗസ്ഥൻ ഇവിടെ ജോലി ചെയ്തു. ആ വ്യാജ ഉദ്യോഗസ്ഥനെ ഏതോ ഒരു ചാനൽ മീഡിയ പ്രവർത്തകരാണ് അത് പുറത്തു കൊണ്ടുവന്നത്. അങ്ങനെ അദ്ദേഹം 9 വർഷം ഇവിടെ ജോലി ചെയ്തിട്ടും ആ ഉദ്യോഗസ്ഥനെ ഇവിടുന്ന്, അതായത് ആ വ്യാജനെ ഇവിടുന്ന് പിരിച്ചുവിടുന്നതല്ലാതെ അദ്ദേഹത്തിനെതിരെ ഒരു കേസെടുക്കാനോ തുടർ നടപടികൾ സ്വീകരിക്കാനോ ഈ പറയുന്ന വകുപ്പോ അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടവരോ കഴിഞ്ഞില്ല എന്നുള്ള, പോലീസിനോ അതിന് നടപടി സ്വീകരിച്ചില്ല. അങ്ങനെയാണ് വ്യാജ RC വരുന്നത്. നൂറുകണക്കിന് ആളുകൾക്ക്, അതായത് വണ്ടി നമ്പർ മാത്രം പറഞ്ഞു കൊടുത്താൽ അവർക്ക് RC ഇഷ്യൂ ചെയ്യുന്ന ഒരു ഓഫീസായി തിരൂരങ്ങാടി RT ഓഫീസ് മാറി. തിരൂരങ്ങാടി RT ഓഫീസ് മാറിയപ്പോൾ അതിനെതിരെ യൂത്ത് ലീഗ് ശക്തമായ പ്രക്ഷോഭം നടത്തി. അന്നത്തെ CI ആയിരുന്ന ശ്രീനിവാസൻ സാറ് അദ്ദേഹത്തിനെതിരെ കേസെടുത്തു. ഇവിടെ ഉപരോധ സമരം നടക്കണം. നോട്ടാനപ്പോ കേരളം കഴിയില്ല, കൈപ്പിടി വരുമ്പോൾ ഉപരോധ സമരം നടത്തണം. ആ കാർഡ് അത് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഇവിടെ RC വ്യാജമായി നിർമ്മിച്ചു. എല്ലാവർക്കും ആവശ്യക്കാർക്ക് ലോൺ എടുക്കണമെങ്കിൽ വലിയൊരു വണ്ടിന്റെ നമ്പർ എടുത്ത് കൊടുത്താൽ, ഇപ്പൊ എനിക്കൊരു ലോൺ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ വലിയ വാഹനത്തിന്റെ ഒരു RC ഇവിടെ കൊടുത്താൽ മതി. ഇവിടെ നമ്പർ ഇവിടെ കൊടുത്താൽ അതിൽ എന്റെ പേരിൽ RC ഇഷ്യൂ ചെയ്യുന്ന ഒരു വ്യാജ RCയുടെ കേന്ദ്രമായി തിരൂരങ്ങാടി RT ഓഫീസ് മാറി. അതിനെതിരെ യൂത്ത് ലീഗ് പരാതി കൊടുത്തപ്പോൾ അതോടൊപ്പം തന്നെ ഇവിടുന്ന് ജോയിന്റ് RTOയും പരാതി കൊടുത്തു. അതിന്റെ അടിസ്ഥാനത്തിൽ തിരൂരങ്ങാടി പോലീസ് കേസെടുത്തു. എന്നിട്ട് ആ കേസ് ഒത്തുതീർപ്പാക്കാൻ വേണ്ടിയിട്ട് നിരന്തരം ശ്രമിച്ച കൂട്ടരാണ് നമ്മുടെ പിറകിൽ നിൽക്കുന്ന ഈ തിരൂരങ്ങാടി പോലീസ് എന്ന് പറയുന്നത്. അങ്ങനെ ആ കേസ് അവസാനം മറ്റേ വിജിലൻസ് ക്രൈംബ്രാഞ്ചിന് കൈമാറുന്ന സാഹചര്യമുണ്ടായി. ക്രൈംബ്രാഞ്ചും അത് വേണ്ട വിധത്തിൽ അന്വേഷിക്കാതെ പാതി വഴിയിൽ ഉപേക്ഷിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെയാണ് ഇപ്പോൾ വ്യാജ ലൈസൻസിന്റെ കാര്യം പുറത്തു വന്നിരിക്കുന്നത്. വ്യാജ ലൈസൻസ് എന്ന് പറഞ്ഞാൽ പ്രാഥമിക നോട്ടത്തിൽ തന്നെ 50-ലേറെ ലൈസൻസുകൾ വ്യാജമായി. ഒരു ടെസ്റ്റ് വേണ്ട, ലേണിംഗ് വേണ്ട, ആ ഒരു സംഗതിയും വേണ്ട. ലൈസൻസ് വേണോ, അവന്റെ ഫോട്ടോയും അഡ്രസ്സും വാങ്ങി അവർക്ക് ലൈസൻസ് ഇഷ്യൂ ചെയ്യുന്ന ഒരു സാഹചര്യം തിരൂരങ്ങാടി RT ഓഫീസിൽ ഉണ്ടായിട്ടുണ്ട്. തിരൂരങ്ങാടി RT ഓഫീസിൽ വ്യാജ ലൈസൻസ് ഉണ്ടാക്കുക മാത്രമല്ല, കർണാടകയിൽ നിന്നും ഏതെങ്കിലും ഒരുത്തന്റെ ലൈസൻസിന്റെ കോപ്പി കൊണ്ടുവന്നിട്ട് ഇവിടെ ഉള്ള എല്ലാവർക്കും ഒരു കോപ്പിയിൽ തന്നെ 10ഓളം ലൈസൻസുകൾ ഇഷ്യൂ ചെയ്യാം. അവരെ പേരും അഡ്രസ്സും ഫോട്ടോയും മാറ്റി ലൈസൻസുകൾ ഇഷ്യൂ ചെയ്യാം. അതായത് രാജ്യത്തിന്റെ സുരക്ഷയെ ബാധിക്കുന്ന തരത്തിൽ ഇത്രയും വലിയ കൊടും ക്രിമിനലുകളാണ് ഈ അകത്തിരിക്കുന്ന ഉദ്യോഗസ്ഥർ എന്ന് പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുന്നത്. കാരണം ഇവിടെ നിരന്തരം ഇത്തരം ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട്. ഈ ആരോപണങ്ങൾക്കൊന്നും ഒരു നടപടിയും സ്വീകരിക്കാൻ ഇവിടുത്തെ ആളുകൾ തയ്യാറാകുന്നില്ല. ഈ മാധ്യമങ്ങളിലൊക്കെ ഈ വ്യാജ RCയുമായി ബന്ധപ്പെട്ട് വാർത്ത വരുന്നത് ജനുവരി 20-ാം തീയതിയാണ്. ജനുവരി 20-ാം തീയതിയാണ് ഇതുമായി ബന്ധപ്പെട്ട വാർത്ത വരുന്നത്. ആ ജനുവരി 20-ാം തീയതി തന്നെ തിരൂരങ്ങാടി പോലീസിൽ തുണ ആപ്പ് വഴി തിരൂരങ്ങാടി പോലീസിൽ പരാതി നൽകി. തിരൂരങ്ങാടി പോലീസിന്റെ ഭാഗത്തു നിന്നും ഒരു നടപടിയും ഇല്ലാതെ വന്നപ്പോ ജനുവരി 30-ന് താന്നൊരു DYSPയെ കണ്ടു. DYSPക്ക് പരാതി കൊടുത്തു. DYSPക്ക് പരാതി കൊടുത്ത DYSPയുടെ പരാതിയിലുള്ള റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം കിട്ടിയപ്പോൾ തിരൂരങ്ങാടി RT ഓഫീസിൽ നിന്നും ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ പരാതി തന്നാൽ മാത്രമേ തിരൂരങ്ങാടിയിലെ ഏമാന്മാർക്ക് കേസെടുക്കാൻ കഴിയുള്ളൂ എന്നുള്ള മറുപടിയാണ് തന്നത്. അതായത് വ്യാജ നിർമ്മാണ കേസ് കൃത്യമായി ചതിയാണ് ഇവിടെ നടന്നിട്ടുള്ളത്. അത് മാത്രമാണോ, ഉദ്യോഗസ്ഥൻ നിർമ്മിച്ച വ്യാജ ലൈസൻസിനെതിരെ ഈ ഉദ്യോഗസ്ഥന് തന്നെ പരാതി കൊടുക്കണം എന്ന് പറയുന്നത് ഇത് എവിടുത്തെ ന്യായത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് തിരൂരങ്ങാടി പോലീസ് തന്നെ വ്യക്തമാക്കേണ്ടത്. അപ്പൊ തിരൂരങ്ങാടി പോലീസിന്റെ ഭാഗത്തു നിന്നും നീതി കിട്ടില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അപ്പോൾ തന്നെ DGPക്ക് പരാതി കൊടുത്തു. ഇനി DGPന്റെ ഭാഗത്തു നിന്നും നമുക്ക് അനുകൂലമായ, അതായത് ഈ കുറ്റക്കാരെ അഴിമതിക്കാരെ പിടിക്കുന്ന നടപടി ഉണ്ടായിട്ടില്ലെങ്കിൽ നമ്മൾ കോടതിയെ സമീപിക്കും.
അങ്ങനെ കള്ളന്മാർ വാഴുന്ന ഒരു ഓഫീസാക്കി ഈ ഓഫീസിനെ മാറ്റാൻ തിരൂരങ്ങാടിയിലെ പോലീസും ഈ പറയുന്ന ജോയിന്റ് RTOയും തിരൂരങ്ങാടിയിലെ RTOയും വിചാരിച്ചാൽ നടക്കില്ല. അതിനെതിരെ ശക്തമായി ഞങ്ങൾ 2 കണ്ണുകളും തുറന്ന് ഈ ഓഫീസിന്റെ ഇവിടെ ഉണ്ടാകും എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾ ഈ കാണുന്നുണ്ടോ ഈ ബോർഡും വലിയ അഴിമതിയുടെ പ്രതീകമാണ്. കാരണം എന്താ